ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരിവാഹനിൽ നിന്ന് വരുന്ന ഫൈനിനെ കുറിച്ചാണ്. നമ്മളെ വാഹനത്തിന് വരുന്ന ചലാൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ വാഹനത്തിന് ഒരു ഫൈന് വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുമോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ഫൈൻ ഇല്ല, അതൊന്ന് നോക്കി എന്ന് പറഞ്ഞ് പല ആളുകളും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മളെ വാഹനത്തിന് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈന് വരും, അത് ഉറപ്പാണ്. അതല്ല, പക്ഷേ വ്യാജമായിട്ട് ഫേക്കായിട്ട് കുറേ ഫൈന് മെസ്സേജുകൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിലേക്ക് വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിവാഹനിൽ നിന്നും അല്ലെങ്കിൽ നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ഫൈന്, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്കുള്ള ഫൈന്, അങ്ങനെ പല ഫൈനുകളും നമുക്ക് വരുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു ഫൈൻ സാധാരണ വരുന്നത് കാർ ഓടിക്കുന്നവർക്കാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുള്ള ഫൈനാണ് വരിക. അതേപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്നവർക്കാണെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഇതാണ് പൊതുവായിട്ട് വരല്. പിന്നെ മറ്റേ ഇൻഷൂർ ഇല്ല, അതിലൊക്കെ പറഞ്ഞ് വേറെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാമറയിൽ വരുന്ന ഫൈനുകൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫൈന് വരുന്നത് നമുക്ക് SMS ആയിട്ടാണ് വരിക, അഥവാ മെസ്സേജിലാണ് വരിക. ഇപ്പോൾ പല ആളുകൾക്കും നിങ്ങൾക്ക് ഫൈൻ അടക്കാണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞ് വരുന്നത് എങ്ങനെയാണ്? വാട്സപ്പിലാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് ഫൈൻ ഉണ്ട്, അത് എത്രയും വേണം നിങ്ങൾ അടക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു ലിങ്ക് വരുന്നുണ്ട്. മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ഫയൽ ഉണ്ടാവും, APK ഫയൽ. അതായത് ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയലാണ് APK ഫയൽ. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഫൈൻ അടച്ചോളി എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് വ്യാജമാണ്, ഫേക്കാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ആ APK ഫയൽ നിങ്ങൾ RTO അല്ലെങ്കിൽ പരിവാഹന് പറഞ്ഞിട്ട് വരുന്ന ആ APK ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടി എന്താ സംഭവിക്കുക അറിയോ? നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മൊത്തം ക്യാഷും പോവും, അടിച്ചുകൊണ്ട് പോകും അവർ. അപ്പോൾ അതുകൊണ്ട് അതൊരു വ്യാജ ആപ്ലിക്കേഷൻ ആണ്. നമ്മളെ കൊടുക്കാൻ വേണ്ടി, നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനാണത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ വണ്ടിക്ക് ഫൈൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിച്ചാടി കയറി ഓടിച്ചെന്ന് അതിന്മേൽ ക്ലിക്ക് ചെയ്ത് ഫൈൻ അടക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഫൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് SMS ആയിട്ട് വരും, മെസ്സേജ് ആയിട്ട് വരും. അത് മെസ്സേജ് മെനു ഓപ്പൺ ആക്കുക, അതിന് നിങ്ങളെ പരിവാഹനിൽ ഉള്ള മെസ്സേജ് ഉണ്ടോ നോക്കുക. നിങ്ങൾക്കൊരു ചലാൻ ജനറേറ്റ് ആയിട്ടുണ്ട്, ആ ചലാൻ നമ്പർ ഇത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി നമ്പർ ഇത്രയാണ്, അതിന് ഇത്ര രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് അടക്കുക. അത് അടക്കുമ്പോൾ നമ്മളൊന്ന് അറിയുന്ന ആളെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക. നമ്മളൊരു ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ എന്തുണ്ടെങ്കിൽ അത് അടക്കുന്ന സെൻറ്ററിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ അടക്കാനുണ്ടോ, എൻ്റെ വാഹനത്തിന് ഫൈന് വന്നു, എന്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതൊന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട്, കമ്പ്യൂട്ടർ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വാഹനത്തിന് ഒരു ഫൈൻ ഉണ്ടോ എന്നുള്ളത്. അതല്ലാതെ വാട്സപ്പിൽ നമുക്കൊരു ഫൈൻ ഉണ്ട്, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ അടക്കണം, അല്ലെങ്കിൽ 500 ഉള്ളത് 1000 ആവും, 2000 ആവും, പെട്ടെന്ന് അടച്ചോളി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നാൽ, വാട്സപ്പിൽ നമ്മളെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ചെയ്യരുത്. ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. നിങ്ങളെ ഫോണ് ആകെ പിടുത്തം വിടും, നമ്മളെ കൺട്രോളിലാവില്ല. പിന്നെ അത് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൺട്രോളിലാവും, നമ്മളെ അക്കൗണ്ടിലെ പണം പോവും. പിന്നെ എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെസ്സേജിലാണോ പിന്നെ ഈ ചലാൻ വന്നിട്ടുള്ളത് നോക്കുക. വാട്സപ്പിലാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യരുത്, അത് ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യങ്ങളും വാട്സപ്പിൽ വന്ന്, ഇത് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും അങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കിയൊരു ഈ ഒരു പരിവാഹനവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞതാണ്. വേറെ പലതും വരാം. വാട്സപ്പിൽ നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് താഴെ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ അക്കൗണ്ട് നമ്പറും പിന്നെ നിങ്ങളെ IFSC കോഡും ATM കാർഡ് നമ്പറൊക്കെ അടിക്കുന്നു പറഞ്ഞൊക്കെ വരും. അതൊക്കെ എന്താണ്? നമ്മളെ പണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ബാങ്കിൽ നിന്നൊന്നും ഒരിക്കലും അങ്ങനെ വരില്ല. ബാങ്കൊക്കെ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, നിങ്ങളെ പിന്നെ KYC പുതുക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരും. അല്ലാതെ വാട്സപ്പിലൊന്നും അങ്ങനെ ഒരിക്കലും വരില്ല. നല്ലോണം ശ്രദ്ധിക്കണം. വാട്സപ്പിൽ വരുന്നതൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യാനോ അതിൻ്റെ പിറകെ പോകാനോ ചെയ്യരുത്. ബാങ്കൊന്നും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യപ്പെട്ടത്. അതല്ലാതെ അതിൻ്റെ പിറകെ പോയിട്ട് എൻ്റെ അക്കൗണ്ട് അപ്പം കട്ടാവൂല എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ പിറകെ പോയാൽ നമ്മളെ അക്കൗണ്ട് കട്ടാവില്ല ചെയ്യുക. ഉള്ള പൈസ അടിച്ചുകൊണ്ട് അവർ പോവും. പിന്നെ നമ്മൾ മേപ്പിട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരെ നവ്സലാം ടെക് വട്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.